എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്നോ, നമ്മൾ ഇന്ന് കേരള പി എസ് സി കഴിഞ്ഞ 5 വർഷം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിച്ചിട്ടുള്ളത് അതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇന്ത്യയുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ഗീതം, ദേശീയ ചിഹ്നങ്ങൾ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ മിനിമം 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. അപ്പോൾ ഇനി വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ശില്പി. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദമഠം. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജനഗണമനയുടെ ദൈർഘ്യം 51 സെക്കൻഡാണ്. തെറ്റാണല്ലേ? ജനഗണമനയുടെ ദൈർഘ്യം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. അതും തെറ്റാണ്. 1911 കൽക്കത്ത സമ്മേളനത്തിനാണ് ആദ്യമായി ആലപിച്ചതെങ്കിലും ആരാണ് ആലപിച്ചത്? സരളാദേവി ചൗധരിയാണ് ആലപിച്ചത്. അതും തെറ്റാണ്. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും തെറ്റാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് ഓപ്ഷൻ ഡി, ഇതെല്ലാം തെറ്റാണ്. ഇവയെല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. ഓപ്ഷൻ എ 1947 ജൂലൈ 22. ഈ ക്വസ്റ്റ്യനൊക്കെ പി എസ് സി റിപ്പീറ്റഡ് ആണ്, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ്? ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ്? അത് 1950 ജനുവരി 24-നാണ്. ഓപ്ഷൻ ബി 1950 ജനുവരി 24-നാണ്. ഇത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 26-നാണ് നമ്മൾ റിപ്പബ്ലിക് ആയത്. അപ്പം അന്ന് നമുക്ക് പാടാനായിട്ട് ഒരു ദേശീയ ഗാനം വേണം. അപ്പം അതിന് 2 ദിവസം മുന്നേ നമ്മൾ ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. അടുത്തത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. 51A സബ് ക്ലോസ് എയിലാണ്. 51A. എട്ടാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? വന്ദേ മാതരം ആദ്യമായി ഒരു പൊതുവേദിയിൽ പാടിയത് 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ശരിയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. അതും ശരിയാണ്. അടുത്തത് എന്താണ്? 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അത് തെറ്റാണ്. 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അടുത്തത് എന്താണ്? സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ദേശീയ ചിഹ്നമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലെ ഓപ്ഷൻ ബി ആണ്. 3 മാത്രം തെറ്റാണ്. അടുത്ത ചോദ്യം, 10-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് പിംഗലി വെങ്കയ്യ ജനിച്ചത്. 11-ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഓപ്ഷൻ ഡി, അരയാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അതാണ് ആനന്ദമഠം അല്ലെ. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പലവട്ടം പേസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഡേറ്റ് ഓർത്ത് വെച്ചോ, 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചവരാണ്? പിന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചായിരുന്നു. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം. 17ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? പൈതൃക മൃഗം ഏതാണ്? ആനയാണ് ഇന്ത്യയുടെ പൈതൃക മൃഗം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? എത്രയാണ്? 24. എല്ലാവർക്കും അറിയാവുന്നതാണ്. 24 ആരക്കാലുകളാണ് നമ്മുടെ അശോക ചക്രത്തിൽ ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. അദ്ദേഹം ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2022 20ാമത്തെ ചോദ്യമാണ്. ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം അല്ലേ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശരിയാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. അതും ശരിയാണ്. അടുത്തത് എന്താണ്? 55 സെക്കൻഡ് സമയം കൊണ്ടാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. അത് തെറ്റാണ്. 52 സെക്കൻഡ് സമയം കൊണ്ടാണോ? 55 സെക്കൻഡ് ആണോ? അല്ല, 52 സെക്കൻഡ് സമയം കൊണ്ടാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ശരിയായത് 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി. അടുത്തതും വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം, ശരിയായ പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശീയ ഗീതമാണ് വന്ദേ മാതരം. തെറ്റ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ രചിച്ച ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അടുത്തത്, ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ദേശരാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതും തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജതുനാഥ് ഭട്ടാചാര്യാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അത് ശരിയാണ് കേട്ടോ. അടുത്തത്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർദേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. തെറ്റാണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ 3ാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, താഴെ പച്ച നിറം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളാണുള്ളത്. അടുത്തത്, നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 × 4200 ആണ്. അടുത്തത്, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതിൽ 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി കേട്ടോ. 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ മുദ്രയായ അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 26 ജനുവരി 1950 അശോക മുദ്രയെ അംഗീകരിച്ചത്. 5ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി, ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ടിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? ഇതിൽ ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. തെറ്റാണ്. 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാകയെ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്രയിലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ദേശീയ മുദ്രയിലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, ആന, കാള, സിംഹം, കുതിര.
അടുത്തത് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. ഇതിൽ ചോദ്യത്തിൽ നീളവും വീതിയുമാണോ വീതിയും നീളവുമാണോ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ PSCയുടെ ഉത്തരം ഓപ്ഷൻ സി 3:2 ആണ്. 3:2 എന്ന് പറയുന്നത് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ്. അടുത്ത 29ാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം. ഗംഗാ ഡോൾഫിന് ദേശീയ ജലജീവിയായി അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? 2009. അടുത്തത് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏത്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതേ എന്നാണ് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 31ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ സമാധാനവും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? സമാധാനവും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? വെള്ളയാണ്. ഓപ്ഷൻ ബി വെള്ളയാണ് ഉത്തരം. ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. അത് ശരിയാണ് അല്ലേ. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. അതും ശരിയാണ്. അടുത്തത് എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്തത് 34ാമത്തെ ചോദ്യം. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതു സമ്മേളനത്തിലായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം ഏതാണ്? കടുവ. അടുത്തത് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയുമായി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെന്റ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദേശീയ മുദ്ര. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. ഇതിൽ 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. അടുത്തത് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450-300. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ റുപ്പി എന്ന ചിഹ്നം ദേശീയ ചിഹ്നമായി സ്വീകരിച്ചതെന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 2010 ജൂലൈ 15 ഈ ചിഹ്നം ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് PSC കഴിഞ്ഞ 5 വർഷം ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പല ചോദ്യങ്ങളും ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു വീഡിയോ ഏത് ടോപ്പിക്കുമായിട്ട് വേണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.